പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷ യോഗങ്ങളെക്കുറിച്ചാണല്ലോ. ധാരാളം യോഗങ്ങൾ നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി ലഗ്നാലുണ്ടാകുന്ന വിശേഷപ്പെട്ട യോഗങ്ങളെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. ഈ യോഗത്തിൽ ലഗ്നത്തിൻ്റെ ഇരുഭാഗങ്ങളിലും സൂര്യചന്ദ്രന്മാർ പാടില്ല. സൂര്യചന്ദ്രന്മാരൊഴിച്ച് മറ്റ് 5 ഗ്രഹങ്ങൾ 2-ാം ഭാവത്തിലും 12-ാം ഭാവത്തിലും വരികയാണെങ്കിൽ ഏതാണ് യോഗമെന്നാണ് നാം ചിന്തിക്കുന്നത്. ലഗ്നാൽ സൂര്യനും ചന്ദ്രനും ഒഴിച്ചുള്ള പഞ്ചഗ്രഹങ്ങൾ ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, ഈ പഞ്ചഗ്രഹങ്ങൾ വരികയാണെങ്കിൽ അത് സുശുഭായോഗമെന്നും, അപ്രകാരം ലഗ്നാൽ 12-ൽ ഈ പഞ്ചഗ്രഹങ്ങളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അതിന് അശുഭായോഗമെന്നും, ലഗ്നത്തിൻ്റെ 2-ലും 12-ലും ഈ പഞ്ചഗ്രഹങ്ങൾ വരികയാണെങ്കിൽ അതിന് കർത്തരി യോഗമെന്നും പറയുന്നു. അതിനാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ലഗ്നാൽ സുശുഭായോഗം, അശുഭായോഗം, കർത്തരി യോഗം, ഈ 3 യോഗങ്ങളെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. ആദ്യമായി നാം ചർച്ച ചെയ്യുന്നത് സുശുഭായോഗം. എന്താണ് സുശുഭായോഗമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ലഗ്നാൽ സൂര്യനും ചന്ദ്രനും ഒഴിച്ചുള്ള മറ്റ് 5 ഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ അതിന് സുശുഭായോഗമെന്ന് പറയുന്നു. ആ യോഗത്തിൻ്റെ നാമം, പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, സുശുഭ, നല്ല ശോഭനമായ ശുഭത്വത്തെ ഉണ്ടാക്കുന്ന യോഗത്തിനെയാണ് സുശുഭ യോഗമെന്ന് പറയുന്നത്. ഇത് ലഗ്നമുണ്ടാക്കുന്ന വിശേഷപ്പെട്ട ഒരു യോഗമാകുന്നു. നമുക്ക് സുശുഭായോഗത്തിൻ്റെ ഫലം എന്തെന്ന് സവിസ്തരം ചർച്ച ചെയ്യാം. സുശുഭായോഗേ ജാതോ ധനവാൻ വനിതാധൃത നിയമശീലശ്ച നിത്യോദ്യുക്ത ചപല സുവജാ ഭോഗാന്യുത പുരാധ്യക്ഷ. വളരെ നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത് സുശുഭ യോഗത്തിന്. സുശുഭ യോഗത്തിൽ ജനിച്ച വ്യക്തി ധനവാനും സ്ത്രീകളാൽ ഏറ്റവുമധികം ആദരിക്കപ്പെടുന്നവനുമായിരിക്കും. സ്ത്രീകൾ അദ്ദേഹത്തെ ഏറ്റവും ബഹുമാനിക്കുന്നു. അദ്ദേഹം നിയമാനുഷ്ഠാനങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്ന ആളായിരിക്കും. അദ്ദേഹം അങ്ങേയറ്റം ഉത്സാഹശാലിയായിരിക്കും. നല്ല വാക്കുകൾ സംസാരിക്കുന്ന വ്യക്തിയായിരിക്കും. ചില ചാബല്യങ്ങൾ അദ്ദേഹം പ്രകടിപ്പിക്കും. അതിനുമപ്പുറം എപ്പോഴും അദ്ദേഹത്തിന് ഒരു അധ്യക്ഷ യോഗം എവിടെയും ലഭിക്കും. അതിനാൽ സുശുഭായോഗം ജ്യോതിശാസ്ത്രത്തിൽ ലഗ്നാൽ 2-ാം ഭാവത്തിൽ നിൽക്കുന്ന 5 ഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന ഈ യോഗം വളരെയധികം ഒരു വ്യക്തിക്ക് അനുകൂലമായ ഒരു യോഗമായിരിക്കും. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വ വികാസത്തിന് ഇപ്രകാരം ഈ യോഗം ഒരു വ്യക്തിയുടെ സർവതോമുഖമായ അഭിവൃദ്ധിക്ക് പര്യാപ്തമാകുന്ന യോഗമാകുന്നു. നന്ദി, നമസ്കാരം.